ഹലോ ഗൈസ്, 3-3.5 വർഷത്തിന് ശേഷമാണ് നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു കോണ്ടന്റ് അപ്ലോഡ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തുകൊണ്ട് യൂട്യൂബ് ഡ്രോപ്പ് ഔട്ട് ചെയ്തെന്നും പിന്നെ നമ്മൾ തിരിച്ചു വന്നെന്നും കൂടെ നിങ്ങളെ ജസ്റ്റ് ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. ചത്തിട്ടില്ല എന്നും കൂടെ അറിയിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പം നമ്മൾ മെയിനായിട്ടും യൂട്യൂബ് ചാനൽ നിർത്താൻ വേണ്ടിയുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഇതിന് മുമ്പത്തുള്ള വീഡിയോസുകളൊക്കെ എടുത്ത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടുള്ള ചലഞ്ച് വീഡിയോസ് അല്ലെങ്കിൽ ഫൺ വീഡിയോസുകളൊക്കെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആ ഒരു ടൈം എനിക്കൊക്കെ കരിയർ ബിൽഡ് ചെയ്യണം, പഠിക്കാൻ പോകണം, ജോലിക്ക് പോകണം എന്നുള്ളൊരു ടെൻഡൻസി വന്നപ്പോൾ ഞങ്ങൾ പലരും കൊഴിഞ്ഞു പോയി അങ്ങനെ പോയി. അപ്പം അതുകൊണ്ട് ഞങ്ങൾ യൂട്യൂബ് കംപ്ലീറ്റ്ലി പതുക്കെ ഡ്രോപ്പ് ഔട്ട് ചെയ്തു. അതിനുശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു യൂട്യൂബ് ചാനലിലെ മെയിൽ ഐ ഡിയുടെ പാസ്വേഡും ഈ ഒരു യൂട്യൂബിന്റെ മെയിൽ ഐ ഡി ഉള്ള ഫോൺ നമ്പറും മെയിൽ അഡ്രസ്സും ഒക്കെ എൻ്റെ എവിടെയൊക്കെ നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് ഇതിന്റെ കംപ്ലീറ്റ്ലി ആക്സസ് എൻ്റെ നിന്ന് പോയി. അപ്പൊ പാസ്വേഡും അറിയത്തില്ലാത്തതുകൊണ്ട് നമുക്കിത് ഫോർഗെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ വർഷങ്ങൾക്ക് ശേഷം ഞാൻ പഠിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനൊരു ടെക് ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം അതിനിപ്പോൾ ഏകദേശം 22,000+ ഫോളോവേഴ്സ് അച്ചീവ് ചെയ്യാൻ പറ്റി. അതിൻ്റെ വലിയൊരു സന്തോഷം എനിക്കുണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഇതുപോലെ വീട്ടിൽ പഴയ പേപ്പറും കാര്യങ്ങളൊക്കെ എടുക്കാൻ വരുന്ന ആൾക്കാർ ചോദിച്ചപ്പം വീട്ടിൽ അച്ഛൻ ഇങ്ങനെ എടുത്തു കൊടുക്കാൻ വേണ്ടിയുള്ള പ്ലാനിൽ നിന്ന സമയത്താണ് ഞാനിങ്ങനെ എൻ്റെ ഒരു പഴയ ബുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ എടുത്തു നോക്കിയപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ ഈ ഒരു മെയിൽ ഐ ഡിയും പാസ്വേഡും കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു കിട്ടട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ ആ മെയിൽ ഐ ഡിയും പാസ്വേഡും ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കിയപ്പം എൻ്റെ ഫോണിൽ ലോഗിനായി. അപ്പം ഞാൻ ഓർത്തു ഇത് ചിലപ്പോൾ കംബാക്ക് അടിക്കാൻ വേണ്ടിയാണെങ്കിലും നമുക്ക് തിരിച്ചു കിട്ടിയെന്ന് ഓർത്തിട്ട് നമ്മൾ ഇതുപോലൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഏകദേശം നമുക്ക് 2,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇത് പുതിയതായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഒന്ന് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ എൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോഴും ആക്റ്റീവ് ആണോ ഇല്ലയോ എന്നൊക്കെ അറിയാനും കൂടെ പറ്റുമല്ലോ. കാരണം ഇത്രയും വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല നല്ല വീഡിയോസുകളൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാം. പക്ഷെ വേറൊരു കാര്യം ഞാൻ പറയാണ്, അന്നത്തെ പോലത്തെ ഫൺ വീഡിയോസുകളൊക്കെ വരുമെന്ന് എനിക്കൊരു ഉറപ്പില്ല. കാരണം അവന്മാരായിട്ടുള്ള തിരക്കുകളുണ്ട്, എനിക്ക് എൻ്റെതായിട്ടുള്ള തിരക്കുകളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഡെയിലി വ്ലോഗുകളും എന്തെങ്കിലും ചലഞ്ചസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് വരുവാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അതുപോലത്തെ വീഡിയോസുകളൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പം പുതിയ ഫ്രണ്ട്സ് ഒക്കെ എൻ്റെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ വീഡിയോസുകളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് താഴെ എന്തെങ്കിലും ഒന്ന് കമന്റ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല നല്ല കിടിലം വീഡിയോസുകളൊക്കെ ആയിട്ട് നമുക്ക് വരാവുന്നതാണ്. അപ്പം ഇതൊന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അപ്പം അടുത്ത നല്ല കിടിലം വീഡിയോ കാണാം ഗൈസ്. ബൈ.